രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നലെ വാദം നടന്നിരുന്നു. ഇന്നിപ്പോൾ വിശദമായി വീണ്ടും വാദം കേൾക്കും. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ വിധി ഇന്നുണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ തുടർവാദത്തിന് ശേഷമായിരിക്കും വിധി പറയുക. വാദം ഇന്ന് കഴിയുമോ അതോ ഇന്ന് വിധി ഉണ്ടാകും എന്നതിലൊന്നും വലിയ ഉറപ്പ് നമുക്ക് പറയാനൊന്നും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിവസമാണ്. ഇന്നും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായേക്കും. അദ്ദേഹം ഒളിച്ചുകളി തുടരുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം എവിടെയാണുള്ളത് എന്ന് കൃത്യമായ സർവൈലൻസ് ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ MLA ആണ്, അറസ്റ്റ് ചെയ്യാൻ ചില സാങ്കേതിക നിയമ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള കാത്തിരിപ്പാണെന്നാണ് അറസ്റ്റിന് തടസ്സമില്ല എന്ന് തന്നെയാണ് നിയമോപദേശം ലഭിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇന്നുണ്ടല്ലോ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ മൊഴികളൊക്കെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പരാതികൾ കൂടി നോക്കാം നമുക്ക്. വിജിൻ, ഗുഡ് മോർണിംഗ്. വിജിൻ, എന്നും നമ്മൾ ഈ വോട്ട് പാതയുടെ യാത്ര തുടങ്ങിയ അന്ന് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഒരു പക്ഷേ LDFന്റെയും CPMന്റെയും വിജയം കൂടിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം അവർ പ്രതിരോധത്തിലായ ഘട്ടത്തിൽ ഇത് ഒരു പ്രധാന വാർത്തയായി പ്ലേസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിർണായകം, എത്ര കണ്ട് നിർണായകമാണ്. ഇന്നലത്തെ വാദത്തിനിടയിൽ കോടതിയുടെ ഭാഗത്തുണ്ടായ പരാമർശങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ജാമ്യം കിട്ടാൻ എത്ര കണ്ട് സാധ്യതയുണ്ട് രാഹുലിന്? ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ, ദിവ്യ. എന്തായാലും ഇന്ന് തുടർവാദം എന്നതിനപ്പുറം അന്തിമവാദമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അതിനിർണായകമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇന്നത്തോടുകൂടി എന്തായാലും വാദം പൂർത്തിയാകും. കൂടുതൽ വിശദമായി ഈ രേഖകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ കോടതി വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ തങ്ങൾക്ക് കുറച്ചുകൂടി രേഖകൾ നൽകാനുണ്ട് എന്ന കാര്യവും കോടതിയിൽ അറിയിച്ചത്. പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചിട്ടില്ല. പെൺകുട്ടി തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരുന്ന് എത്തിച്ച് നൽകിയത് എന്നുള്ളതൊക്കെയായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. എന്തായാലും ഇന്ന് അതിൽ കൂടുതൽ വാദങ്ങൾ നടക്കും. അതിൽ ഒക്കെ ഉള്ള തീരുമാനപ്രകാരമായിരിക്കും ഇന്ന് വിധി എന്തായാലും വരാൻ പോകുന്നത്. സ്വാഭാവികമായും ഈ കേസ് എടുത്തു നോക്കിയാൽ പീഡനം എന്നതിൽ അപ്പുറം ഇതിൽ ഗർഭചിത്രം നടത്തി എന്നുള്ളത് അത് ഗുരുതരമായ കുറ്റമായി വരാൻ തന്നെയാണ് നിലവിൽ സാധ്യതയെന്നാണ് നിലവിലെ ഇന്നലത്തെ വാദങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ കോടതിയെ അറിയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇയാൾ ഒരു വിഷയത്തിലെ കുറ്റവാളി മാത്രമല്ല, സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള ഒരു കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രൂരമായ ശാരീരിക പീഡനം നടന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. അതിൽ പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാരുടെ മൊഴികളുണ്ട്. ഒപ്പം തന്നെ ശബ്ദ സാമ്പിളുകൾ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഡോക്ടർമാർ ഈ ഗർഭചിത്രം നടത്തിയതിന് ശേഷം ബ്ലീഡിംഗ് ഉണ്ടാവുകയും അതിനുശേഷം ഡോക്ടറെ സമീപിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ തെളിവുകളുണ്ട്. ഒപ്പം തന്നെ ആത്മഹത്യാശ്രമം പെൺകുട്ടി നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. 2 ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ, ഒപ്പം തന്നെ പരിശോധിച്ചതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെൻറ്റുകൾ ഒക്കെ നിലവിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ പരിശോധന എന്ന് പറയുമ്പോൾ പെൺകുട്ടി അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനം ഉൾപ്പെടെയുള്ളവയാണ് അതിൽ വരുന്നത്. ഒപ്പം തന്നെ നിലവിൽ നിയമസഭാ അംഗം എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് ഒരു കാരണവശാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ഇതുവരെ സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ഒളിവിൽ പോയിരിക്കുകയാണ് പ്രതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടെത്താൻ അത്ര വലിയ പാടൊന്നുമില്ല. ഇതിലപ്പുറമുള്ള കേസുകൾ തെളിയിച്ച ആളുകളെ കണ്ടെത്തിയ സേനയാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കൂടിയാവണം സ്വാഭാവികമായും ഈ കേസിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയത് എന്നുള്ളതാണ്. ഇന്നലെ പ്രതിഭാഗം ഉന്നയിച്ച മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ കോടതി വിധി പറയും വരെ അറസ്റ്റ് തടയണം, നോട്ട് ടു അറസ്റ്റ് വേണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ അക്കാര്യത്തിൽ ഒരക്ഷരം നിലവിൽ കോടതി മിണ്ടിയിട്ടില്ല. അതിനർത്ഥം അറസ്റ്റ് ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് ഇന്നലെ തന്നെ സൂചന നിർണായകമാണ്. രാഹുലിനെ സംബന്ധിച്ച് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്നെന്തായാലും അന്തിമവാദമാണ്. വാദം കഴിഞ്ഞ ശേഷം എന്തായാലും വിധി ഉണ്ടാകും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എന്ത് നടപടി ഇനി എടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കുറേ ദിവസം 2-3 ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയേക്കും, MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. ഇതുവരെ അങ്ങനെ നടപടിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് ഇന്നലെ മുരളീധരൻ പറഞ്ഞു.